അതായത് നമ്മുടെ ജെയ്‌ജെക്കിൻ്റെ കള്ളിങ് ഗെയിമും ആ ഒരു ഇൻസിഡൻ്റൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗെഗെ അക്കുട്ടാമി ഗെഗെ എണ്ണൻ്റെ ജെയ്‌ജെക്കിന് ശേഷം അടുത്തത് നടക്കുന്ന ഒരു സീക്വലായുള്ള ജെയ്‌ജെക്ക് മൊഡ്യൂളാണ്. സോ എല്ലാവർക്കും ഇതിൻ്റെ ചാപ്റ്റർ 1ലേക്ക് എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഥ തുടങ്ങുന്നത് ഏകദേശം വർഷം 2086, അതായത് നമ്മുടെ ജെയ്‌ജെക്ക് ഇൻസിഡൻറ്റേഷൻ കഴിഞ്ഞ് ഏകദേശം ഒരു 60 വർഷങ്ങൾക്ക് ശേഷമാണ്. അതായത് ഇപ്പം നമ്മുടെ എർത്തിന് മേലെ ഒരു മദർഷിപ്പ് ഉണ്ട്. സോ ഈ ഒരു മദർഷിപ്പിൽ ഒരു ഏലിയൻസ് ഉണ്ട്. സോ ഈ ഒരു പ്രത്യേകതര ഏലിയൻസിനെ അവരെന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സുമേറിയൻസ് ആണ്. സോ ഈ സുമേറിയൻസിന് ഇപ്പോൾ ആ ഒരു മദർഷിപ്പിൽ ഏകദേശം 50,000 പേരോളം ഇവരിൻ്റെ ട്രൈബ്സ് ഉണ്ട്. സോ ഇവർ ഇപ്പം നമ്മുടെ എർത്തിലേക്ക് വരാൻ നിൽക്കുകയാണ്. സോ ഒരു റെഫ്യൂജി ആയിട്ട് ഇപ്പം നമ്മുടെ സുമേറിയൻസ് ലൊക്കേറ്റ് ചെയ്ത് പിൻ പോയിൻ്റ് ചെയ്ത ലൊക്കേഷൻ പറയുന്നത് ജപ്പാനാണ്. സോ അവരെന്നെ ഒരു കോൺവെർസേഷൻ പറയുന്നുണ്ട്. അതായത് അവിടുത്തെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഈ സുമേറിയൻ ലീഡർ പറയുന്നുണ്ട്, എന്താണ് ഞാൻ ഈ ഒരു എർത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് എന്ന് പറയുന്നത് അമേരിക്കയാണ്. സോ അമേരിക്കനെക്കാട്ടി സ്ട്രോങ് ആയിട്ട് പ്ലേസ് പറഞ്ഞിട്ട് ഇയാൾ പറയുന്നുണ്ട്. അതെ, സോ അതിൽ വേറൊരു മെമ്പർ സുമേറിയനിലായിട്ടുള്ള ലീഡറാണെന്ന് തോന്നുന്നു. അവൻ പറയുന്നുണ്ട്, അതെ നമ്മളെ പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള പവേഴ്സുള്ള ആൾക്കാർ ഈ ജപ്പാനിലുണ്ട്. സോ അവരിനെ നാട്ടിൽ വർഷം ജുജുസു സോസോസ്. ഓക്കെ, അവർ അങ്ങനെയാണ് പറയുന്നത്. എന്നിട്ട് നമുക്കിവിടെ 2 ക്യാരക്ടറിനും കൂടി കാണിക്കുന്നുണ്ട്. സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ യൂക്ക ഫസ്റ്റ് ക്യാരക്ടറാണ് യൂക്ക ഒക്കുട്സു. ഈ പേര് നിങ്ങൾക്ക് ഞാൻ കേട്ടിട്ട് പരിചയമുണ്ടെന്ന് വിചാരിക്കുന്നു. അതന്നെ നമ്മുടെ യൂട്ട ഒക്കുട്സിൻ്റെ ഗ്രാൻഡ് ചൈൽഡാണ് യൂക്ക. ഇപ്പോൾ നമ്മുടെ യൂക്കയ്ക്ക് ഇപ്പോൾ 6 വയസ്സാണ്. സോ നമ്മുടെ ഗ്രാൻഡ് പേൻ്റെ ഒപ്പം അവളങ്ങനെ ഗ്രാൻഡ് പാ ഞാൻ വീണു ഗ്രാൻഡ് പാ പറഞ്ഞിട്ട്. സോ ഗ്രാൻഡ് പേ ആയിട്ട് കുറച്ചുകൂടി ക്ലോസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് നമ്മുടെ ഈ യൂക്ക എന്ന് പറയുന്നത്. അതായത് നമ്മുടെ യൂട്ടൻ്റെ ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഗ്രാൻഡ് ചൈൽഡാണ് നമ്മുടെ യൂക്ക എന്ന് പറയുന്നത്. സോ അവളോടൊപ്പം എപ്പോഴും കളിച്ച് ചിരിച്ച് നടക്കുന്ന നമ്മുടെ യൂട്ട എന്ത് ചെയ്യാണ്, ഒരു ദിവസം ഈ ഒരു റിങ് അവൾക്ക് കൊടുക്കുകയാണ്. സോ നീ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യും ഈ റിങ്, ഇത് നീ ഇതെന്നെ കൈവയ്ക്കണം പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. സോ ഒരു സ്പെസിഫിക് ഏജ് എത്തിയപ്പോൾ അതായത് നമ്മുടെ യൂട്ട ഒക്കുട്സ് മരിക്കുകയാണ്. അപ്പോൾ തൻ്റെ 10ാം വയസ്സിൽ നമ്മുടെ ഗ്രാൻഡ് പേനെ ഗ്രാൻഡ് പ തന്നെ വിട്ടുപോയ സങ്കടത്തിലിരിക്കുന്ന ആ ടൈമിൽ തന്നെ ആ ഒരു ഫുണറൽ ദിവസം തന്നെ തൻ്റെ അമ്മ നമ്മുടെ യുകെൻ്റെ അമ്മ എന്ത് ചെയ്യാണ്, ആ ഒരു റിങ് ഗ്രാൻഡ് പ തന്ന റിങ് നീ നിൻ്റെ ചേട്ടന് കൊടുക്കണം എന്നിട്ട് പറയുകയാണ്. സോ ഇത് നമ്മുടെ ഗോജോ ക്ലാൻ്റെ തീരുമാനമാണ് എന്നിട്ട് പറയാണ്. കേഴ്സ്ഡ് ഒബ്ജക്റ്റ് ആണല്ലോ നമ്മുടെ റിക്കിൻ്റെ ആ ഒരു റിങ്. സോ നമുക്കറിയാലോ നമ്മുടെ ഗോജോൻ്റെ ഒരു കസിനാണ് നമ്മുടെ യൂട്ട ഒക്കുട്സു. സോ അപ്പോൾ ഗോജോ ക്ലാനിലെ മെമ്പറാണ്. നമ്മുടെ ഗോജോൻ്റെ എല്ലാ ഇൻഹെറിറ്റൻസും അനുഭവിക്കേണ്ട ആളാണ് നമ്മുടെ യൂട്ട. സോ ആ ഒരു തീരുമാനപ്രകാരം അത് തൻ്റെ ചേട്ടൻ തന്നിങ്ങോട്ട് 1 വയസ്സ് മൂത്തുള്ള സുരുക്കിക്ക് ഇത് കൊടുക്കാൻ പറഞ്ഞിട്ട് പറയുകയാണ്. സോ അവൾ അതിൽ ഹാപ്പി അല്ല, സങ്കടവും കാര്യങ്ങളൊക്കെ വരികയാണ്. സോ ഒന്നും ചെയ്യാൻ പറ്റില്ല, ക്ലാനിൻ്റെ തീരുമാനമാണ്. നമ്മുടെ യൂക്കിക്കാണെങ്കിൽ ആ റിങ് ഭയങ്കരമായിട്ട് വേണം ചെയ്യണം. അതുപോലെ തന്നെ തൻ്റെ ചേട്ടനെ ആണെങ്കിൽ ഇവൾക്ക് തല്ലി തോൽപ്പിക്കാനും സാധിക്കില്ല. സോ ഇവള് ഒരു ഡിറ്റർമിനേഷൻ വരികയാണ്. അതായത് എങ്ങനെയെങ്കിലും ഇവനും കാട്ടി സ്ട്രോങ് ആയിട്ട് ആ റിങ് തന്നെ കയ്യിലാക്കണം പറഞ്ഞിട്ടാണ് നമ്മുടെ യൂക്കിൻ്റെ ഇപ്പോഴത്തെ ഗോൾ. പിന്നീട് നമുക്കൊരു ക്യാരക്ടറിനെ കാണിക്കുകയാണ്. സോ അവൻ എന്താ പറയുക, ഒരു കുട്ടീനോടൊപ്പം ഒരു പഴയ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ ടി വിയിലിട്ട് കളിക്കുകയാണ്. സോ അവൻ കളിക്കുന്നതോടൊപ്പം ഇവനോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോഴത്തെ ഈ പിള്ളേർ ഇങ്ങനത്തെ ഗെയിമൊക്കെ കളിക്കുക പറഞ്ഞിട്ട് പറയുന്നുണ്ട്. സോ അവൻ പറയുന്നുണ്ട്, എൻ്റെ പേരൻസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഒരുപാട് ഗെയിമും കളിക്കാറുണ്ട്. എൻ്റെ പേരൻസ് ആണെങ്കിൽ എനിക്ക് ഒരു ദിവസം ആകെ 1/2 മണിക്കൂർ മാത്രം ടൈം ചെയ്യാറുള്ളൂ ഈ ഗെയിം കളിക്കാൻ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു കുട്ടി ആ ഗെയിമിൽ തോൽക്കുകയാണ്. അപ്പോൾ ഇത് ശരിക്കും നിങ്ങളെപ്പോലെ കുട്ടികൾക്ക് ഇതൊക്കെ നോർമലാണോ എന്ന് ചോദിക്കേണ്ടത്. അതൊക്കെ നോർമലാണ്. അല്ല ഞാൻ പറയാണ്, നീ ഇതിൽ തോറ്റു, നീ ചത്തുപോയില്ലേ ഇതിൽ ഈ ഗെയിമിൽ, അതിനെന്താ, ഇത് നമുക്ക് നോർമലായിട്ടുള്ള കാര്യമല്ലേ പറയുന്നത്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അപ്പം നീ ഇത് ശരിക്കും റിയൽ ലൈഫിൽ നീ മരിച്ചാലും അതൊരു നോർമലായിട്ടുള്ള കാര്യമല്ലേ മോനെ എന്ന് പറയുന്നുണ്ട്. സോ അവനൊരു സൈക്കോ ആണ്. ഇപ്പോൾ ആ ഒരു കുട്ടികളത് സംസാരിച്ച ആ ഒരു സൈക്കോ ആണ് ഈ പിള്ളേരനൊക്കെ കിഡ്നാപ്പ് ചെയ്യുന്ന കിഡ്നാപ്പർ. ഓക്കെ, ഇപ്പം നമ്മളെ യുകെ അതുപോലെ തന്നെ സുരുചി എന്തോ അവൻ്റെ പേര്, അവരിപ്പോൾ ഒരു ടൈമായി, ഒരു ടീനേജ് ഏജായി. സോ ഇവർ ഇപ്പോൾ ഈ ഒരു കിഡ്നാപ്പിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം ഒരു ഓഫീസർ ഇവരിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ജപ്പാനിൽ ഒരുപാട് കിഡ്നാപ്പിംഗ് കേസുകൾ നടക്കുന്നുണ്ട്. സോ അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ നിങ്ങളെ 3 പേരിനെയും ഞങ്ങൾ നിയമിക്കുകയാണ് പറഞ്ഞത്. സോ അത് 3ാമത് പറഞ്ഞാൽ ഇപ്പോൾ ആ ഒരു ഏലിയനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇവൻ്റെ പേരാണ് ഇൻസ്പെക്ടർ മറുളു വാലു, എന്തോ ഒരു പേര്. ഓക്കെ, എന്നെ ജസ്റ്റ് മെറു എന്ന് കോൾ ചെയ്താൽ മതി കണ്ട് പറയുന്നുണ്ട്. ഇവൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ ഒരു ജുജുസു സോസറാണ്, ജപ്പാൻ എന്നല്ല മറിച്ച് വേറൊരു കൺട്രിയിലാണെന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഇവിടെ നമ്മുടെ ജപ്പനീസ് പീപ്പിളിലെ മെയിൻ ടാർഗറ്റ് ചെയ്യേണ്ട റീസൺ എന്ന് പറയുന്നത് ഈ ജപ്പനീസുകാർക്ക് മാത്രമാണ് ഈ ഒരു കേഴ്സ് എനർജി കൂടുതലായി കണ്ടുവരുന്നത്. ഇമോഷൻ എന്നാണല്ലോ, നെഗറ്റീവ് എനർജി എന്നാണല്ലോ കേഴ്സ് എനർജി ഉണ്ടാക്കുന്നത്. സോ അതായതുകൊണ്ടാണ് ഇവനെ ടാർഗറ്റ് ചെയ്ത് പിടിച്ച് സെല്ല് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. സോ ഇത് കേട്ട് നമ്മൾ മറുവിന് എന്താ പറയുക, ആ ഒരു ഏലിയന് കേഴ്സ് യൂസസോ അതെന്താ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. മൂപ്പർക്ക് മനസ്സിലായില്ല. അപ്പം നമ്മുടെ യൂട്ടയും കൂടി പറയുന്നുണ്ട്,
കേഴ്സ് യൂസർ. എടോ കേഴ്സ് യൂസർ തന്നെയാണോ ജുജുസു യൂസേഴ്സ്. അവന് ആ ഒരു മീനിങ്ങേ അറിയില്ല. ഇവൻ എങ്ങനെയാണ് നമ്മൾ മെഷീനിൽ ഹെൽപ്പ് ആകാൻ പറഞ്ഞിട്ട് അവനെ കുറേ പറയുന്നുണ്ട്. എന്നിട്ട് ഇവർ ആ ഒരു മെഷീനിലേക്ക് ഇറങ്ങാണ്. ഓക്കെ, മെഷീനിൽ 3 പേര് ഒരുമിച്ച് പോകുന്ന നോക്കിക്കഴിഞ്ഞാൽ 2 യൂക്കിയും അതുപോലെ തന്നെ നമ്മുടെ ശ്രുകിയും സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. സോ ഇപ്പോൾ മൂപ്പര് മാത്രമായിട്ട് ഒറ്റയ്ക്കായിരിക്കുകയാണ്. സോ ഇവനെ ലോൺലി ആയിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുകയായിരിക്കും. അവരാരും തന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ലല്ലോ, സപ്പോർട്ട് ഇല്ലല്ലോ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ യൂക്ക പറയുന്നുണ്ട് അവൻ വിഷമിച്ചിരിക്കും, നീ ഇങ്ങനെ കരയേണ്ട ആവശ്യമൊന്നുമില്ല പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഞങ്ങൾ നിന്നെ വിട്ടുപോയത് അത്ര വലിയ കാര്യമൊക്കെ എടുക്കേണ്ട പറഞ്ഞിട്ട് ഇവന് ജപ്പനീസ് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു. ഇവനത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുകയും ചെയ്യും. ഓക്കെ, കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മുടെ യൂക്ക പറയുന്നുണ്ട്. സോ ഇവൻ ഇത് ഭയങ്കര എക്സൈറ്റോടെ കഴിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു സാധനം എവിടെ നിന്ന് വേണമെങ്കിൽ സിമ്പിളായി വാങ്ങാൻ പറ്റില്ലല്ലോ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അവൻ തീർച്ചയായും എനിക്ക് വാങ്ങാൻ പറ്റുമോ എന്നിട്ട് പറയുന്നുണ്ട്. യെസ്, എനിക്കിത് വാങ്ങാൻ പറ്റും എന്നിട്ട് പറയുന്നുണ്ട്. സോ ഇവൻ കഴിക്കുന്നിടയിൽ അതേ മോനെ ഇതിനുള്ള പൈസ നീ എനിക്ക് തരണം. സോറി, ഞാൻ തരണം. ഓക്കെ, എന്നിട്ട് അവർ ആ കാര്യങ്ങൾ പറയും. എന്നിട്ട് യൂക്ക തൻ്റെ മെയിൻ ഗോൾ പറയുന്നു. അതായത് നീ തൻ്റെ അത് അവളുടെ ഏട്ടൻ്റെ ആ ഒരു റിങ് കണ്ടില്ലേ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അതെ, അത് എനിക്ക് വേണം. എനിക്ക് ഗ്രാൻഡ് പ എനിക്ക് തന്നാണ്. സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളവർക്ക് മാത്രമേ അത് ക്ലാനിന്ന് കൊടുത്തിട്ടുള്ളതാണ്. അവൻ്റെ കയ്യിലാണ് ഇപ്പോൾ അത് പെട്ടത്, എനിക്കത് വേണം. സോ അപ്പോൾ അവനെയും കാട്ടി സ്ട്രോങ്ങർ ആകണം പറഞ്ഞിട്ട് അവൾ പറയാണ്. അവൻ ഭയങ്കര ഹാർഡ് വർക്കിൻ്റെ ഒക്കെ ആളാണ്, പക്ഷെ എങ്ങനെ അത് തിരിച്ച് വാങ്ങും പറഞ്ഞിട്ട് പറയുന്നുണ്ട്. സോ ഇത് കേട്ട് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ മുറ ഏലിയൻ അവൻ ഓക്കെ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, നമുക്ക് ഈ മിഷൻ ഒരുമിച്ച് സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവരങ്ങനെ ഡിറ്റർമിൻറ്റ് ചെയ്തിട്ട് ഇറങ്ങാണ്. ഇത്ര നേരം മോട്ടിവേറ്റ് ചെയ്ത ആൾ കുറച്ച് നടക്കും തന്നെ വയ്യ പറഞ്ഞ് ഞാനില്ല മോളെ ഞാൻ നിർത്തി, എനിക്ക് വയ്യ കുറച്ച് നേരം കിടക്കട്ടെ പറഞ്ഞിട്ട് നല്ല ക്ഷീണം ഒന്ന് കിടക്കട്ടെ പറഞ്ഞിട്ട് അവൻ അവിടെ കിടക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നീ എന്താ ഇത്ര ചെറിയ പിള്ളേരെ പോലെ പറഞ്ഞിട്ട് അവൾ തൻ്റെ ഈ ഒരു കയ്യിലുള്ള ഒരു ഡിവൈസിൽ അവൾ ലൊക്കേഷൻ നോക്കുകയാണ്. സോ കറക്റ്റ് ഇപ്പോൾ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നീ ഇതെങ്ങനെ ചെയ്തു, ഇത് ഗെയിം കളിക്കുന്നതല്ല, ഇത് സീരിയസ് ആയി എടുക്കണം എന്നിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട് അതായത് ഈ ഒരു വഴി എനിക്ക് തന്നെ ഇവിടെ ഒരാൾ ബാരിയർ ആക്റ്റീവ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ബാരിയർ കൊടുത്തിരിക്കുന്ന ആൾ ഇന്നൊരു ഡയറക്ഷനിൽ എല്ലാവരും ഫോളോ ചെയ്യിപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സോ അതാണ് എനിക്കിപ്പോൾ ഈ ഒരു ഡയറക്ഷൻ കിട്ടിയത് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതായത് ലെഫ്റ്റ് റൈറ്റ് ഇന്ന ദിശയിൽ ഇത് പോയി കഴിഞ്ഞാൽ ഇവിടെ എത്തും പറഞ്ഞിട്ട്. സോ ഈ ഒരു കേഴ്സ് യൂസർ ചിൽഡ്രൻസിന് കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്തു. അതിൽ ഇന്ന ലൊക്കേഷൻ കൂടി കൊടുത്തിട്ടുണ്ട്, ഇതിൽ ലെഫ്റ്റ് എടുത്ത് ഇതിൽ റൈറ്റ്. സോ അത്രേ ഉള്ളൂ. ഇപ്പോൾ ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ ആ യൂക്കിനെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ് നമ്മുടെ മുറ. യൂക്കൻ നീ ഒരു സംഭവം തന്നെ കേട്ടോ, ഇതൊക്കെ ഇതാർക്കും വേണമെങ്കിൽ സിമ്പിളായി കണ്ടുപിടിക്കാറുണ്ട് പറയാൻ. സോ നോക്കിക്കഴിഞ്ഞാൽ ഇത് നിങ്ങളെ കണ്ടുപിടിച്ചോ പറഞ്ഞിട്ട് ഇവളുടെ ചേട്ടൻ ശ്രുഗി വരികയാണ്, അവൻ വന്നിരിക്കുകയാണ്. സോ അപ്പോൾ നീയും കണ്ടുപിടിച്ചോ പറഞ്ഞിട്ട് പറയണ്ടേ നമ്മുടെ മുറ. ഇത് എനിക്കും സെൻസ് ചെയ്യാൻ സാധിച്ചു. എന്നിട്ട് ഇവരിങ്ങനെ കുറച്ച് സംസാരിക്കുന്ന ടൈമിൽ നമ്മുടെ മുറ പറയണ്ടേ എനിക്കും ഒരു ബ്രദറുണ്ട്, ഒരു യങ്ങർ ട്വിൻ ബ്രദർ, ഞങ്ങൾ തമ്മിൽ അങ്ങനെ അത്ര സെറ്റല്ല പറഞ്ഞിട്ട് പറയണ്ടേ. എന്തേ നിങ്ങൾ ഫൈറ്റ് ചെയ്യണോ, അങ്ങനെ എപ്പോഴും തല്ലുകൂടുക അങ്ങനെ ചെയ്യുന്നതാണോ പറഞ്ഞിട്ട് നമ്മൾ യൂക്ക ചോദിക്കുന്നത്. അങ്ങനെയല്ല, ഞങ്ങൾ എന്താ പറയുക സ്വയം അങ്ങനെ മനസ്സിലാക്കില്ല, ഞാൻ ഭയങ്കര എന്താ പറയുക ക്ലംസി ആയിട്ടുള്ള ആളാണ്, ഭയങ്കര കാര്യപ്രാപ്തി അങ്ങനെ ഇല്ലാത്ത ഒരുമാതിരി ടൈപ്പാണ് പറഞ്ഞിട്ടാണ് അവൻ പറയുന്നത് പറഞ്ഞിട്ട് പറയണ്ടേ. അപ്പോൾ അവൾ ആടം അനിയന്മാരും ചേട്ടന്മാരൊക്കെ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ട് അവളും പറയുന്നുണ്ട്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ബേരിൻ്റെ അടുത്ത് ഇവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഒരു പയ്യെ നേരെ ഓടിക്കറി വരികയാണ്. അവൻ എടാ അവിടേക്ക് പോകല്ലേ, എടാ ചെറുക്ക അവിടെ നിന്ന് പോകല്ലേ എന്ന് പറയുന്നുണ്ട്. ബട്ട് അവൻ തിരിഞ്ഞ് നോക്കുന്ന ടൈമിൽ ഒരു ഹാൻഡ് പോലൊരു സാധനം വന്നിട്ട് അവനെ പിടിക്കുകയാണ്. ഒറ്റ പിടി ചെക്കൻ കാണില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ബാരിയറിൽ ഇപ്പോഴും ആ ഒരു സോസർ ഉണ്ട് പറഞ്ഞിട്ട് നമ്മളെ സുരുക്കി മനസ്സിലാക്കണം. ഓക്കെ, യൂക്ക അമ്മാറോ ഞാൻ പോകാൻ നിൽക്കുകയാണ് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ യൂക്ക പറയുന്നുണ്ട് എന്താ ഞാനും വരാറ വേണ്ട, തന്നെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന യൂക്കിൻ്റെ അത് പറയണ്ടേ വേണ്ട, നീ വേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ ഇനിയും കാട്ടി സ്ട്രോങ് ആണ്. എന്താടാ ഒക്കെ അതിൻ്റെ ദേഷ്യം വരികയാണ്. ഈ ടൈമിൽ തന്നെ നമ്മളെ ചെക്കനെ പിടിക്കും. നോക്കുമ്പോൾ അവൻ്റെ സോഡ് മാത്രം നിലത്ത് കിടക്കും. അവനെ നമ്മുടെ സോസർ പിടിച്ചു, ആ ബാരലിലുള്ളവൻ. സോ ഗൈസ് ഇപ്പോൾ നമുക്കിവിടെ ഒരു എൻഡ് കൊടുക്കാം. സോ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സോ അതുവരെയും നന്ദി, നമസ്കാരം.